ഹായ് എല്ലാവർക്കും നമസ്കാരം. GK സിംപ്ലിഫൈഡിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഇന്ന് നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. 2 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി കണ്ടു. ആ 2 ക്ലാസ്സുകളും കണ്ടിട്ട് നിങ്ങൾ 3ാമത്തെ ക്ലാസ് കാണുക, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ 2 ക്ലാസ്സുകൾ കണ്ടിട്ട് ഈ കോൺസെപ്റ്റിലേക്ക് വരിക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടതും ഇതാണ്. നമുക്കറിയാം GDPയും GNPയും തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മൾ പഠിച്ചേ? ആകെ വ്യത്യാസം ഒരു ഡിയും എന്നുമാണ്, ഡൊമസ്റ്റിക്കും നാഷണലുമാണ്. അതായത് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡാണ്. നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ അടുത്ത് WEF വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഒരു റിപ്പോർട്ട് അവർ പറയുന്നത് ഇന്ത്യ നൗ ഹാസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡയസ്പോറ. ഇന്ത്യൻ ഡയസ്പോറയാണ് ലോകത്തെ ഏറ്റവും വലുത്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വരുമാനം വരേണ്ടതും ഇന്ത്യയിലേക്കല്ലേ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് ഇന്ത്യയിൽ നിന്ന് പോകുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിലേക്ക് വരണ്ടേ? അപ്പോൾ ഇത് പോസിറ്റീവ് ആകണ്ടേ? അങ്ങനെ പോസിറ്റീവായി കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് നാഷണലിനേക്കാളും കുറവല്ലേ വരേണ്ടത്? കാരണം ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ NIF ആഡ് ചെയ്യുമ്പോഴല്ലേ നാഷണൽ കിട്ടുന്നത്. പക്ഷേ ഇന്ത്യയുടെ കേസിൽ ശ്രദ്ധിച്ചോളുക. വീണ്ടും പറയട്ടെ, ചില ക്ലാസ്സിൽ ഞാൻ ഇത് തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കോമൺ സെൻസിന് നിരക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ആശാനാക്ഷരം 1 കഴിച്ചു കഴിഞ്ഞാൽ 51 ശിശുമാർക്ക് കഴിക്കുന്നതാണല്ലോ. അപ്പോൾ അന്ന് ഞാൻ ഈ സാധനം തെറ്റായിട്ടാണ് പഠിപ്പിച്ചത് കേട്ടോ. എവിടെയൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ വന്നപ്പോൾ തിരുത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ തിരുത്തിയിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചോളുക. ഇന്ത്യാസ് GDP ഈസ് മോർ ദാൻ GNP. അപ്പോൾ GDP മോർ ദാൻ GNP എന്ന് പറയുമ്പോഴത്തേക്കും GDPയുടെ കൂടെ എന്തോ നെഗറ്റീവ് സാധനം ചേർക്കുമ്പോഴാണ് GNP കിട്ടുന്നത്. ക്ലിയർ ആണോ? അതായത് NIF എന്ന് പറയുന്നത് ഇന്ത്യയുടെ കേസിൽ നെഗറ്റീവാണ്. എന്താണ് കാരണം? ശ്രദ്ധിച്ചോളുക. ഫോർ മോസ്റ്റ് ഡെവലപ്പിംഗ് നേഷൻ ഇൻക്ലൂഡിങ് ഇന്ത്യ പോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് NIF എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ് NIF നെഗറ്റീവ്? കാരണം ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇന്ത്യയിലുള്ള വിദേശികൾക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻകം, അവരെടുക്കുന്ന ലാഭമാകട്ടെ, മറ്റുള്ള കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ അവർ കൊണ്ടുപോകുന്ന പ്രോഫിറ്റ് ആകട്ടെ, അത് വളരെ വലുതായിരിക്കും. എന്തിനു വെച്ച് നോക്കുമ്പോൾ? ഇന്ത്യക്കാർ ഏൺ ചെയ്യുന്നതിന് വെച്ച് നോക്കുമ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യക്കാർ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി വലിയ കമ്പനികൾ തുടങ്ങി അവിടെ എസ്റ്റാബ്ലിഷ്ഡായി വലിയ എമൗണ്ട് ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് അയക്കുക. അതല്ല യൂഷ്വലി നടക്കുന്നത്. നമ്മൾ പോയിട്ട് ചെയ്യുന്നത് ചെറിയ ജോലികളാണ് അല്ലേ? ഇന്ത്യ എന്ന് മാത്രമല്ല, ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളൊക്കെ ചെയ്യുന്നതാ. എന്നാൽ ഈ രാജ്യങ്ങളിലേക്ക് വിദേശികൾ വരുന്നുണ്ടെങ്കിൽ അവരിവിടെ നിന്നും കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് യൂഷ്വലി വിദേശികൾ കൊണ്ടുപോകുന്നത് നമ്മുടെ ആളുകൾ അയക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ക്ലിയർ ആണോ? ഇന്ത്യയുടെ NIF നെഗറ്റീവാണ്. വീണ്ടും പറയട്ടെ, ഇന്ത്യാസ് NFIA ഈസ് നെഗറ്റീവ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലെങ്കിൽ നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ്. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയില്ലേ? NIF എന്നാണ് പറഞ്ഞത്. അവിടെ പോയി. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ക്ലിയർ ആണോ? അത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ GDPയുടെ കൂടെ അത് കൂടുമ്പോൾ അതിനേക്കാളും വലിയ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ NFIA എന്ന് പറയുന്ന സാധനം നെഗറ്റീവ് ആണെങ്കിൽ GDP കൂടുതലായിരിക്കും. ഇന്ത്യയുടെ കേസിൽ NFIA നെഗറ്റീവാണ്, GDP കൂടുതലാണ്. NFIA പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? GDP GNPയേക്കാൾ കുറവായിരിക്കും. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആണ്. ഇന്ത്യാസ് NFIA ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇന്ത്യാസ് GDP ഈസ് ഗ്രേറ്റർ ദാൻ GNP അല്ലെങ്കിൽ GNP ഈസ് ഗ്രേറ്റർ ദാൻ GDP. ഇത് പലതവണ വരുന്നതാണ്. വീണ്ടും പറയാണ് ഇന്ത്യയുടെ GDP ഈസ് മോർ ദാൻ GNP. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ശ്രദ്ധിച്ചോളുക. ഈ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ ഫാമിലി, ഇവര് വിദേശത്ത് പോയിട്ട് അയക്കുന്ന കാശിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? റെമിറ്റൻസ് എന്നല്ലേ? അതായത് ഇന്ത്യയിൽ താമസിക്കാത്ത ഇന്ത്യക്കാർ, NRIs, നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ്. ഇവർ ഇന്ത്യയിലേക്ക് അയക്കുന്ന കാശിനെ നമ്മൾ റെമിറ്റൻസ് എന്നല്ലേ വിളിക്കുന്നത്? റെമിറ്റൻസ്. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്, അല്ലാതെ ഫാക്ടർ ഇൻകം ആയിട്ട് കണക്കാക്കാറില്ല. അതായത് ഇന്ത്യൻ കേസിൽ കാൽക്കുലേഷൻ ഭാവിയിൽ മാറ്റപ്പെടാം. നിലവിൽ റെമിറ്റൻസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ NFIA. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ആളുകൾ കാശ് അയക്കുന്നു പറയുമ്പോൾ അത് NFIAയിലേക്ക് കൂട്ടുന്നില്ല. എന്താ കാരണം? നമ്മൾ ഈ ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്തതിന് കിട്ടുന്ന കാശാണ്. ഈ പറഞ്ഞ
ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓണ്ടർപ്രണർഷിപ്പ് ഇതിന് കിട്ടുന്നതാണ്. എന്നാൽ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ചേട്ടന് ഗിഫ്റ്റായിട്ട് ഒരു സാധനം അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഏജൻസിക്ക് ഒരു ഡൊണേഷൻ കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് കുറച്ച് കാശ് അയച്ചു. ഇതൊന്നും ഒരു പുതിയ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഞാൻ കാശ് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ നിന്നൊരു സർവീസ് കിട്ടുന്നില്ല, ഞാൻ കാശ് കൊടുക്കുന്നത് എനിക്ക് ഇങ്ങോട്ടൊരു സാധനം കിട്ടുന്നില്ല. ഇത് കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്, ശരിയല്ലേ? അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരു സാധനമില്ല. സോ ഈ റെമിറ്റൻസിനെ കൺസിഡർ ചെയ്യുന്നത് വായിച്ചോക്കി REQUITED കേട്ടിട്ടുണ്ടോ? അൺറിക്വറ്റഡ് ട്രാൻസ്ഫേഴ്സ്. അതായത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചൊരു സാധനം കിട്ടുന്നില്ല. നമ്മളൊരു കടയിൽ കയറി ചേട്ടൻ നാരങ്ങളും വെക്കുന്നു, നമ്മൾ നാരങ്ങളും കുടിച്ച് തിരിച്ചുകൊണ്ട് ഇറങ്ങും. അപ്പോൾ ചേട്ടൻ ചോദിക്കും മോനെ കാശ് തരാം. ചിരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, കാശ് കൊടുക്കണം. അപ്പോൾ ഒരു സർവീസ് അവിടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഗുഡ് അവിടെ കിട്ടുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ സാധനം ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് NFIയിലേക്ക് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ NFIയിലേക്ക് ചേർക്കപ്പെടുന്ന ഇന്ത്യക്കാർ ഇങ്ങോട്ട് അയക്കുന്ന കാശ് എന്ന് പറയുന്നത് അത് വളരെ മിനിമലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്നത് കൂടുതലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കുറവുമാണ്. അതുകൊണ്ട് ഈ സാധനം നെഗറ്റീവാണ്. ഇത് നെഗറ്റീവ് ആകുമ്പോൾ GDP ആയിരിക്കും കൂടുതൽ, GNP ആയിരിക്കും കൂടുതൽ, നാഷണൽ കുറവും ഡൊമസ്റ്റിക് കൂടുതലും. GDP ആണ് കൂടുതൽ. ഇന്ത്യയുടെ GDP എന്തുകൊണ്ട് കൂടുതലാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് നിങ്ങൾ കാണാറുള്ള മറ്റുള്ള 2 ടേമുകൾ. GDP നമ്മൾ പഠിച്ചു. എന്താണ് റിയൽ GDP? എന്താണ് നോമിനൽ GDP? പ്രസിഡന്റിനെ നമ്മൾ പറയും നോമിനൽ ഹെഡ്, പ്രൈം മിനിസ്റ്ററെ നമ്മൾ പറയും റിയൽ ഹെഡ്. അപ്പോൾ റിയൽ GDP നോമിനൽ GDP എന്താണ് നമുക്ക് നോക്കാം. എന്താണ് റിയൽ GDP? കുറച്ചുകൂടെ റിയൽ ആണ്, അതുകൊണ്ടാണല്ലോ ഇതിനെ റിയൽ GDP എന്ന് വിളിക്കുന്നത്. വായിച്ചേ, ഇറ്റ് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ എക്കണോമി ഇൻ എ ഇയർ. അതാണല്ലോ നമ്മൾ നേരത്തെ പഠിച്ചത്. എക്സ്പ്രസ്ഡ് ഇൻ കോൺസ്റ്റന്റ് പ്രൈസസ് ഓർ ബേസ് ഇയേഴ്സ് പ്രൈസ്. നമ്മളൊരു ബേസ് ഇയർ പറഞ്ഞില്ലേ, ആ ബേസ് ഇയറിന്റെ വില വെച്ച് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള വില വെച്ച് പറയുമ്പോഴാണ് റിയൽ GDP. അപ്പോൾ എന്താ നോമിനൽ GDP? സെയിം ആണ് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ എക്സ്പ്രസ്ഡ് ഇൻ, ശ്രദ്ധിക്കുക, മാർക്കറ്റ് പ്രൈസ്. ക്ലിയർ ആണോ? എക്സ്പ്രസ്ഡ് ഇൻ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നോമിനൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില, കറന്റ് പ്രൈസ്, അതാണ്. റിയൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ബേസ് ഇയറിന്റെ വില അല്ലെങ്കിൽ ആ കോൺസ്റ്റന്റ് പ്രൈസ് എന്താണോ. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പറഞ്ഞേ? മാർക്കറ്റിലുള്ള പ്രൈസ്, ഓക്കെ, ബേസ് ഇയറിലുള്ള പ്രൈസ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ ബേസ് ഇയർ ആക്കി വെച്ചത് 2 വർഷം മുന്നെയാണ്. ആ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എക്കണോമിയിലെ അതിമനോഹരമായ മറ്റൊരു കോൺസെപ്റ്റാണ് മലയാളത്തിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും കേട്ടോ, ഇൻഫ്ലേഷൻ. സോ നോമിനൽ GDP എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോഴത്തെ വിലയാണ്. സോ നോമിനൽ GDP ഇൻക്ലൂഡ്സ് ഇൻഫ്ലേഷൻ. റിയൽ GDP എന്താണ്? കോൺസ്റ്റന്റ് പ്രൈസ്, ഫിക്സഡ് പ്രൈസ്, ആ ബേസ് ഇയറിലുള്ള പ്രൈസ് ആണ്. സോ റിയൽ GDP ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻഫ്ലേഷൻ. അപ്പോൾ മനസ്സിലാക്കുക, വാട്ട് ഈസ് റിയൽ GDP? നല്ല മനോഹരമായിട്ടുള്ള ഡെഫിനിഷൻ ആണ്. റിയൽ GDP ഈസ് നത്തിങ് ബട്ട് നോമിനൽ GDP അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ. എന്താണോ നോമിനൽ GDP, അതിൽ ഇൻഫ്ലേഷൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? റിയൽ GDP കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, റിയൽ ആണോ നോമിനൽ ആണോ കൂടുതൽ റിയൽ, കൂടുതൽ ആക്യുറേറ്റ്? അതാ പേരിൽ നിന്ന് തന്നെയുണ്ട്, റിയൽ ആണ്. കാരണം ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം ഒരു പരിധിക്ക് അപ്പുറം പോയാൽ എക്കണോമിക്ക് നല്ലതല്ല. ക്ലിയർ ആണോ? എക്കണോമിക്ക് നല്ലതല്ല. അപ്പൊ അതിനുവേണ്ടി പ്രോപ്പർ കാൽക്കുലേഷൻ നടത്തി കൃത്യമായിട്ടുള്ള വാല്യൂ എടുക്കണം. 2000% ഇൻഫ്ലേഷൻ ഉള്ള വെനസ്വേല അടിപൊളി അത് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ ഇൻഫ്ലേഷൻ പഠിക്കുമ്പോൾ പറയും RBI വെച്ചിട്ടുള്ള ടാർഗറ്റ് എന്താണെന്നറിയോ? RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി വെച്ചിട്ടുള്ള ടാർഗറ്റ് 4 + or 2 - ആണ്. 4 + or 2 ± 2% ആണ്. 4 + or -2%. അതെ, എന്തൊക്കെയാണോ പറയുന്നത്? 4 + or -2%. 4ൽ നിന്ന് 2 കൂടാം, 6 വരെ പോവാം, കുറയാം, 2 വരെ പോവാം. അപ്പോൾ മിനിമം 2ഉം മാക്സിമം 6ഉം ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിനിമം ഒരു ഇൻഫ്ലേഷൻ എക്കണോമിയുടെ ഗ്രോത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് കൂടരുത്. അപ്പോൾ ആ ഇൻഫ്ലേഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള റിയൽ വാല്യൂ ആണ് എപ്പോഴും നമുക്ക് നല്ലതായിട്ടുള്ളത്. അപ്പോൾ റിയൽ GDP ഈസ് മോർ ആക്യുറേറ്റ്. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ടൈം പരീക്ഷയ്ക്ക് കേൾക്കാറുള്ളതാണ് GDP ഡിഫ്ലേറ്റഡ്. അപ്പോൾ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഞാൻ ഈ പറഞ്ഞ സീരീസിൽ നമ്മൾ കവർ ചെയ്യുകയാണ്. ഇത് 3ാമത്തെ ഭാഗമാണ്. GDP ഡിഫ്ലേറ്ററിന്റെ മറ്റൊരു പേരാണ് ഇംപ്ലിസിറ്റ് പ്രൈസ് ഡിഫ്ലേറ്റർ. ഒളിഞ്ഞിരിക്കുന്ന പ്രൈസിനെ ഡിഫ്ലേറ്റ് ചെയ്ത് കളയുക, എടുത്തു കളയുക. GDP
ഡിഫ്ലേറ്റർ എന്ന് പറയുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന പ്രൈസിനെ എടുത്തു കളയുക. ഒളിഞ്ഞിരിക്കുന്ന പ്രൈസ് ആരാ മോനെ? അതാണ് ഇൻഫ്ലേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ജി ഡി പി ഡിഫ്ലേറ്ററിന്റെ ഇക്വേഷൻ എന്താ? പല തവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100. ഈ സാധനമാണ് എന്തെന്ന് പറയുന്നത്? ഈ സാധനമാണ് ജി ഡി പി ഡിഫ്ലേറ്റർ. കണ്ണോട് ആലോചിച്ച് നോക്കുക. നോമിനൽ ജി ഡി പി ബൈ റിയൽ ജി ഡി പി. നോമിനൽ ജി ഡി പിയിൽ ആരുണ്ട്? നോമിനൽ ജി ഡി പിയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്. മിക്കവാറും കേസുകളിൽ അല്ലേ, മോസ്റ്റ്ലി, എല്ലാ കേസിലും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, മോസ്റ്റ്ലി നോമിനൽ ജി ഡി പി വിൽ ബി ഗ്രേറ്റർ ദാൻ റിയൽ ജി ഡി പി. കാരണം മിക്കവാറും കേസുകളിൽ ഇൻഫ്ലേഷൻ എന്നൊരു സാധനം ഉണ്ടാകും. അപ്പോൾ നോമിനൽ ജി ഡി പി റിയൽ ജി ഡി പിയേക്കാൾ കൂടുതലാണെങ്കിൽ നോമിനൽ ബൈ റിയൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കില്ലേ? കാരണം ന്യൂമറേറ്റർ കൂടുതലും ഡിനോമിനേറ്റർ കുറവല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, ചില കേസുകളിൽ ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? നോമിനൽ റിയലിനേക്കാളും കൂടുതലാണ്. അതിനർത്ഥം എന്താ? എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴത്തെ പ്രൈസ് ബേസ് പ്രൈസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയും, ഇൻറ്റു 100 കുറച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 100 എന്നുള്ളത് പറയുക. അത്രയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്തത്, വാട്ട് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1? ഈക്വൽ ടു 1, നോമിനൽ വാല്യൂവും ഇതുപോലെ നമ്മൾ പറയുന്ന റിയൽ വാല്യൂവും സെയിം ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന വാല്യൂ അവിടെ 0 ആണ്. അവിടെ ഇൻഫ്ലേഷൻ ഇല്ല. കറണ്ട് പ്രൈസും ബേസ് പ്രൈസും സെയിം ആണ്. കോൺസ്റ്റന്റ് പ്രൈസും അല്ലെങ്കിൽ കറണ്ട് പ്രൈസും സെയിം ആണ്. ഇൻഫ്ലേഷൻ ഇല്ല. അങ്ങനെ ഒരു എക്കണോമിയിൽ വരില്ല. ചില എക്കണോമിയിൽ എന്ത് വരാം? ഡീഫ്ലേഷൻ വരാം. ഞാൻ ഇൻഫ്ലേഷൻ പഠിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറേ ടെർമിനോളജീസ് പഠിപ്പിച്ചു തരാം. ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, സ്റ്റാഗ്ഫ്ലേഷൻ തുടങ്ങിയ കുറേ കോൺസെപ്റ്റുകൾ പഠിപ്പിച്ചു തരാം. എന്താണ് ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറയുകയാണ് സാധനങ്ങളുടെ. ആളുകളുടെ കുറേ പേരുടെ കയ്യിൽ കാശുണ്ടെന്നിരിക്കട്ടെ, ഒരുപാട് സാധനങ്ങളുണ്ടെന്നിരിക്കട്ടെ, ആളുകൾക്ക് സാധനം വേണ്ടാന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ട് ചില സാധനങ്ങളുടെ വില കുറയും. ചില സാധനങ്ങളുടെ വില കുറയും നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം പോയി കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അത് ഞാൻ ഇൻഫ്ലേഷനിൽ പറഞ്ഞുതരാം. ഓക്കെ? അപ്പോൾ നോമിനൽ ബൈ റിയൽ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1, അതിനർത്ഥം എന്താണ്? നോമിനൽ ഈസ് ലെസ് ദാൻ റിയൽ. അതിനർത്ഥം എന്താണ്? ഇൻഫ്ലേഷൻ അല്ല, ഡീഫ്ലേഷൻ ആണ്. അതിനർത്ഥം എന്താണ്? പ്രൈസസ് ആർ ലോവർ ദാൻ ബേസ് ഇയർ. സുഹൃത്തെ, ദേ കിടക്കണു ഇഷ്ടം പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഇത് ചെയ്യുന്നത്. വാട്ട് ഈസ് ജി ഡി പി ഡിഫ്ലേറ്റർ? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ജി ഡി പി ഡിഫ്ലേറ്റർ? ജി ഡി പി ഡിഫ്ലേറ്റർ മെഷർ ചെയ്യുന്ന വാല്യൂ എന്താണ്? ഇൻഫ്ലേഷൻ. വാട്ട് ഇഫ് ജി ഡി പി ഡിഫ്ലേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ 1? വാട്ട് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1? വാട്ട് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1? എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ഇനി ചില സിമ്പിൾ ആയിട്ടുള്ള ടേംസ് ആണ്. ഒന്ന്, പെർ ക്യാപിറ്റ ഇൻകം. മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രതിശീർഷ വരുമാനം. അതായത് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും എത്ര കിട്ടുമെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂവേ അല്ല. ഇന്ത്യയുടെ ഓവറോൾ വരുമാനത്തിന് 150 കോടിയായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും. അതാണോ എനിക്ക് കിട്ടുന്നത്? അല്ല. അതാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? അല്ല. അതാണോ അംബാനിക്ക് അദാനിക്ക് കിട്ടുന്നത്? അല്ല. എന്നാൽ ഓവറോൾ ഒരു ഗ്രോത്ത് പറയാനായിട്ട് ഉപയോഗിക്കാം. ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ നല്ല വരുമാനമുള്ള പോപ്പുലേഷൻ കുറഞ്ഞ രാജ്യങ്ങൾ, നമ്മുടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, സ്കാൻഡിനേവിയ, നോർവേ, ഫിൻലൻഡ്, അങ്ങനെയുള്ള ഭാഗങ്ങൾ, സ്വീഡൻ, ഡെൻമാർക്ക്, ഈ ഭാഗങ്ങളിൽ വരുമാനം കൂടുതലാണ്, പോപ്പുലേഷൻ കുറവാണ്. അവിടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കൂടുതലായിരിക്കും. ഇന്ത്യൻ എക്കണോമി ഈസ് ദ തേർഡ് ലാർജസ്റ്റ് എക്കണോമി. പക്ഷെ അവിടെ പെർ ക്യാപിറ്റ ഇൻകം കുറവ്. കാരണം ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യം മനസ്സിലായോ? പോപ്പുലേഷൻ കൂടുമ്പോൾ അത് കുറയും, നാഷണൽ ഇൻകം കൂടുമ്പോൾ അത് കൂടും. അതാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിന് ജനസംഖ്യയുമായിട്ട് വെറുതെ ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്ത കോൺസെപ്റ്റ് ആണ് പേഴ്സണൽ ഇൻകം. അതെന്താണ് പേഴ്സണൽ ഇൻകം? വ്യക്തിഗത വരുമാനം. ഒരു വർഷം ഗാർഹിക മേഖലയ്ക്ക് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. വ്യക്തിഗത വരുമാനം താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ നിർണ്ണയിക്കാവുന്നതാണ്. ഗാർഹിക മേഖലയ്ക്ക്, ഞാനും നിങ്ങളും അടങ്ങുന്ന ഹൗസ് ഹോൾഡ്സ്, ഗാർഹിക മേഖലയ്ക്ക് കിട്ടുന്ന വരുമാനം ബിഫോർ ഡയറക്റ്റ് ടാക്സസ്. കാരണം നികുതി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, നമ്മൾ സർക്കാരിന് കൊടുക്കുന്ന സാധനമല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ പേഴ്സണൽ ഇൻകം എന്ന് പറയാം. ഓക്കെ, ആകെയുള്ള ദേശീയ വരുമാനം എത്രയാണോ ശ്രദ്ധിച്ചോളൂ കേട്ടോ.
ആകെയുള്ള ദേശീയ വരുമാനം എത്രയാണോ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റഡ് ഫാക്ടർ കോസ്റ്റ് പറഞ്ഞല്ലോ. അതിൽ നിന്നും എന്ത് കുറയ്ക്കും? വിതരണം ചെയ്യപ്പെടാത്ത ലാഭം, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. കോർപ്പറേറ്റുകൾ കമ്പനികൾ ഉണ്ടാക്കുന്ന ലാഭമില്ലേ, ആ ലാഭം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അവരുടെ കയ്യിൽ തന്നെ നോക്കുകയാണെങ്കിൽ അത് ആളുകളിലേക്ക് എത്തില്ല. അപ്പോൾ ആ ലാഭം കുറച്ചു. കോർപ്പറേറ്റ് നികുതി കുറച്ചു, കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു. കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന ടാക്സ് ഗവൺമെന്റിലേക്ക് പോകില്ല, അത് പിന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ലോ. അപ്പോൾ കോർപ്പറേറ്റ് നികുതി കുറച്ചു. ഗാർഹിക മേഖല നൽകുന്ന അറ്റപ്പലിശ, നമ്മളായിട്ട് എന്തെങ്കിലും ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുകയാണ്. ക്ലിയർ ആണോ? അപ്പോൾ വ്യക്തിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. അത് പിന്നെ വ്യക്തിയുടെ വരുമാനം നമ്മൾ കാണുകയാണ്. പേഴ്സണൽ ഇൻകം ഉണ്ട്, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം ഉണ്ട്. പേഴ്സണൽ ഇൻകം ഉണ്ട്, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം ഉണ്ട്. ക്ലിയർ ആണോ? എന്താണ് പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളുക, എന്താണോ നമ്മുടെ നാഷണൽ ഇൻകം, അതിൽ നിന്നും ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ് ഗാർഹിക മേഖലയ്ക്ക് കിട്ടുന്ന ആകെ മൊത്തം വരുമാനം. അപ്പോൾ ആകെയുള്ള നാഷണൽ ഇൻകം എന്താണോ അതിൽ നിന്നും കമ്പനികൾ ഷെയർ ചെയ്യപ്പെടാത്ത പ്രോഫിറ്റ് കുറയ്ക്കുന്നു, അവർ കൊടുക്കുന്ന ടാക്സ് കോർപ്പറേറ്റ് നികുതി കുറയ്ക്കുന്നു, നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പലിശ കുറയ്ക്കുന്നു. ചില കേസിലൊക്കെ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റിക്ക് നമ്മളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇത്ര എമൗണ്ട് നമ്മൾ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തു, അത് കുറയ്ക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. എന്താ കൂട്ടുന്ന എമൗണ്ട്? ശ്രദ്ധിച്ചേ, ആ കൂട്ടുന്ന എമൗണ്ടാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. സുഹൃത്തെ, ബാക്കി എല്ലാം ഇവിടെ കുറയ്ക്കുകയാണ്, പക്ഷെ ഇത് മാത്രം കൂട്ടുകയാണ്. എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ്? മാറ്റ അടവുകൾ. അതായത് ആ വ്യക്തിയുടെ കയ്യിലേക്ക് വരുന്ന എക്സ്ട്രാ എമൗണ്ടാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ്? വായിച്ചേ. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ്. ആൻഡ് ദർ ഈസ് നോ എക്കണോമിക് ആക്ടിവിറ്റി ഇൻ റിട്ടേൺ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്തുകൊണ്ടാണ് NFIA എന്ന് പറയുന്ന ഫാക്ടറിലേക്ക് റെമിറ്റൻസ് കൂട്ടാതെ? ആ കാശിന് തിരിച്ചൊന്നും കൂടി കിട്ടുന്നില്ല. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നില്ലേ, ഓൾഡ് ഏജ് പെൻഷൻ, തിരിച്ചെന്തെങ്കിലും കിട്ടിയിട്ടാണോ? ചില കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ലേ, വിധവാ പെൻഷൻ കൊടുക്കുന്നില്ലേ? ഇതിനകത്തൊക്കെ ഒരു എക്കണോമിക് പ്രൊഡക്ടിവിറ്റി ഉണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, DPSPയുടെ ഒരു ചോദ്യമാണ്, ഇന്ത്യൻ പൊളിറ്റിയുടെ ചോദ്യമാണ്. ഏത് ആർട്ടിക്കിളാണ് പെൻഷൻ, സ്കോളർഷിപ്പ് തുടങ്ങിയ ആശയങ്ങളെ പറ്റി പറയുന്ന DPSP? കേട്ടോ. അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്ന എന്താണ്? ഒരു വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാഷ്ട്രം എന്ന ഉദ്ദേശം വെച്ചിട്ട്, അതല്ലാതെ അതിൽ എക്കണോമിക് പ്രൊഡക്ടിവിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനം നമുക്ക് ചിലവാക്കാൻ കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ട് ആണ്. അപ്പോൾ ഈ നാഷണൽ ഇൻകത്തിൽ നമുക്കത് കൂട്ടാൻ പറ്റുമോ? ഇല്ല, നാഷണൽ ഇൻകത്തിൽ കൂട്ടാൻ പറ്റില്ല. എന്താ കാരണം? നാഷണൽ ഇൻകത്തിൽ കൂട്ടണമെങ്കിൽ ഗുഡ്സ് ഓർ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കണം. അത് നടക്കുന്നില്ല. അപ്പം നാഷണൽ ഇൻകത്തിലല്ല നമ്മളത് കൂട്ടുന്നത്. എവിടെയാണ് കൂട്ടുന്നത്? നാഷണൽ ഇൻകത്തിൻ്റെ കൂടെ അത് കൂട്ടുമ്പോഴാണ് നമുക്ക് പേഴ്സണൽ ഇൻകം കിട്ടുന്നത്. പക്ഷേ ആ നാഷണൽ ഇൻകത്തിൽ നിന്നും നമ്മൾ അടയ്ക്കുന്ന പല പല ടാക്സുകൾ കുറയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് പേഴ്സണൽ ഇൻകം വരുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പേഴ്സണൽ ഇൻകത്തിൽ നിന്നും പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകത്തിലേക്ക് പോവാം. പേഴ്സണൽ ഇൻകത്തിൽ നിന്നും ഡിസ്പോസബിൾ ഇൻകം അല്ലെങ്കിൽ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം, വ്യക്തിഗത വിനിയോഗ വരുമാനം. ഡിസ്പോസബിൾ എന്ന് പറയുമ്പോൾ എന്താ? വിനിയോഗം ചെയ്യാൻ കഴിയുന്ന എമൗണ്ട്. അതായത് പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടുന്ന സാധനം അതെനിക്ക് അതുപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്നും എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്, ഡിസ്പോസബിൾ ആയിട്ടുള്ള വിനിയോഗത്തിന് പറ്റുന്ന എമൗണ്ട്, അതാണ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം അല്ലെങ്കിൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത്. ദ ഇൻകം ലെഫ്റ്റ് ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ഡയറക്ട് ടാക്സസ് ഫ്രം പേഴ്സണൽ ഇൻകം. ഇവിടെ നിങ്ങൾ നോക്കൂ, പേഴ്സണൽ ഇൻകത്തിൽ ഞാൻ ഡയറക്ട് ടാക്സ് കൂട്ടിയിട്ടില്ല, ഇൻകം ടാക്സ് കൂട്ടിയിട്ടില്ല. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? എന്താണ്? ഈ കിട്ടുന്ന എമൗണ്ടിൽ നിന്നും ഞാൻ നികുതി കുറച്ചു കഴിഞ്ഞാൽ, നികുതി ഞാൻ കൊടുക്കണമല്ലോ, ബാക്കി കിട്ടുന്ന എമൗണ്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാം. എന്താണോ എൻ്റെ പേഴ്സണൽ ഇൻകം, അതിൽ നിന്നും ഡയറക്റ്റ് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്പോസബിൾ ഇൻകം കിട്ടും. ഡിസ്പോസബിൾ ഇൻകം കിട്ടും. ആ ഡിസ്പോസബിൾ ഇൻകത്തിൽ നിന്നും ഒരു എമൗണ്ട് ഞാൻ സ്പെൻഡ് ചെയ്യും, ഒരു എമൗണ്ട് ഞാൻ സേവ് ചെയ്യും. സോ ദ ഡിസ്പോസബിൾ ഇൻകം അതിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്. എനിക്ക് ചിലവാക്കാൻ കിട്ടുന്ന സാധനം, എനിക്ക് കിട്ടുന്ന ശമ്പളം 50,000 രൂപയാണ്. ടാക്സ് മറ്റും എല്ലാം കഴിച്ചിട്ട് എനിക്ക് കിട്ടുന്ന 40,000 രൂപയാണ്. ആ 40,000 എല്ലാം ഞാൻ ചിലവാക്കുമോ? ഇല്ല. ചിലപ്പോൾ ഞാൻ 20,000 ചിലവാക്കും, 20,000 സേവ് ചെയ്യും. ചിലപ്പോൾ 30,000 ചിലവാക്കും, 10,000 സേവ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ എത്ര ചിലവാക്കുന്നു, ആ എക്സ്പെൻഡിച്ചർ പ്ലസ് എത്ര സേവ് ചെയ്യുന്നു, അതാണ് ഡിസ്പോസബിൾ ഇൻകം. ആ ഡിസ്പോസബിൾ ഇൻകത്തിൻ്റെ കൂടെ ഡയറക്റ്റ് ടാക്സ് കൂടെ ചേരുമ്പോൾ എനിക്ക് പേഴ്സണൽ ഇൻകം കിട്ടുന്നു. വ്യക്തിഗത വിനിയോഗ വരുമാനം എന്നാൽ വ്യക്തിഗത വരുമാനത്തിൽ നിന്ന്
ഞാൻ അടയ്ക്കുന്ന നികുതി അല്ലെങ്കിൽ മറ്റുള്ള അടവുകളില്ലേ, ആ അടവുകൾ പോകുമ്പോൾ ബാക്കി എത്ര വരുന്നു, ആ ബാക്കിയാണ് എനിക്ക് ചിലവാക്കാനുള്ളത്. ആ ചിലവാക്കാനുള്ളതെന്നാണ് ഞാൻ കുറച്ച് സേവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇപ്പോൾ നല്ല മനോഹരമായിട്ട് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞേ. എക്കണോമിക്സ് എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ നല്ല മനോഹരമായിട്ട് പോകുന്നുണ്ടോ എന്നൊന്ന് പറയുക. പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കേട്ടോ, ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയായിട്ട് നമ്മൾ GDP കണക്കിലെടുത്താൽ GDP വളർന്നാൽ രാജ്യം വളർന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതാണ് GDP ഏറ്റവും വലിയ ഷോർട്ട് കമ്മിങ്. എന്താണ് അവരുടെ പ്രശ്നം? എന്താണ്? ഒന്ന്, GDP fails to measure inequality in a nation. അതായത് GDP കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടെന്നാണോ? അല്ല. എക്കണോമിക് ഗ്രോത്ത് എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടെന്നല്ല അർത്ഥം. കുറച്ച് ആളുകളുടെ കയ്യിലേക്ക് മാത്രം സമ്പത്ത് കൂടാം, അത് GDP ഒരു പോരായ്മയാണ്. രണ്ടാമത്തെ വായിച്ചേ, ബ്ലാക്ക് മാർക്കറ്റ്സ് ആൻഡ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. നമ്മുടെ നാട്ടിൽ എത്രയോ ബ്ലാക്ക് മാർക്കറ്റുകളുണ്ട്, എത്രയോ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ട്. മണി ലോണ്ടറിങ് പോലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ടെററിസ്റ്റ് ഫിനാൻസിങ്, ഡ്രഗ് ഫണ്ടിങ് എന്നൊക്കെ എത്രയോ സാധനങ്ങളുണ്ട്. ഇതൊന്നും GDP അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ പാരലൽ എക്കണോമി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ബ്ലാക്ക് മണി എന്ന് പറയുന്ന സാധനം, അത് GDP അക്കൗണ്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ അതിനേക്കാൾ ഒരുപാട് വളരും. അത് GDP അക്കൗണ്ട് ചെയ്യപ്പെട്ടില്ല. ഇന്ത്യ എന്ന് മാത്രമല്ല ഒരു രാജ്യത്തും ഈ പറയുന്ന ബ്ലാക്ക് മാർക്കറ്റ്, ബ്ലാക്ക് മണി GDP അക്കൗണ്ട് ചെയ്യപ്പെടാൻ പറ്റില്ല. അത് GDP മറ്റൊരു പോരായ്മയാണ്. 3, GDP ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ലോസ് ടു ദ എൻവയോൺമെന്റ്. വളർന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ ചൂട് ഭയങ്കരമായിട്ട് കൂടുന്നില്ലേ, ഗ്ലോബൽ വാർമിംഗ്. എന്താ കാരണം? മനുഷ്യന്മാർ തന്നെയാണ് കാരണം. ഡീഫോറസ്റ്റേഷൻ എന്താ കാരണം? മനുഷ്യന്മാർ തന്നെയാണ് കാരണം. ആസിഡ് റെയിൻ മനുഷ്യന്മാർക്ക് കാരണമുണ്ട്. പൊല്യൂഷൻ മനുഷ്യന്മാർക്ക് കാരണമുണ്ട്. അങ്ങനെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഡാമേജ്, സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് എന്നൊരു സാധനത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സുസ്ഥിര വികസനം നമ്മൾ നോക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ എൻവയോൺമെന്റ് ഉണ്ടാകുന്ന ഡാമേജ് ഇവിടെ അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. അടുത്തത് വായിച്ചേ. 4, GDP fails to measure the actual well-being of a nation. കാരണം ബാഡ് ആണെങ്കിലും ഗുഡ് ആണെങ്കിലും അത് കൗണ്ട് ചെയ്യും. ഒരു ഉദാഹരണം, വലിയ ഭൂമികുലുക്കം ഉണ്ടായി, ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, വീണ്ടും നമ്മൾ ബിൽഡിംഗ് പണിയാണ്. ആ കാശ് GDP ഭാഗമായിട്ട് കൂട്ടും, പുതിയൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാണ്. ആളുകൾക്ക് മാറാരോഗങ്ങളാണ്, ആശുപത്രിയിൽ കാശ് തെണ്ടിയാണ്. ഇപ്പോൾ സർവീസസ്, അത് GDP കൂടുകയാണ്. അപ്പോൾ GDP കൂടുന്നുണ്ട്, പക്ഷെ അത് നല്ലതാണോ? അല്ല. അപ്പോൾ കളക്റ്റീവ്ലി പറഞ്ഞു കഴിഞ്ഞാൽ GDP alone cannot measure the happiness level of a nation. നമ്മൾ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത് എന്നുള്ള സാധനം ആർക്കും പറയാൻ സാധിക്കില്ല, GDP പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് GDP ചില ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ ആളുകൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണമാണ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ്. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രപ്പോസ് ചെയ്തത് ഭൂട്ടാനിന്റെ പഴയ രാജാവാണ്. പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രപ്പോസ് ചെയ്തതാണ് ഭൂട്ടാന്റെ പഴയ രാജാവാണ്. ആളുടെ പേരാണ് ജിഗ്മേ സിംഗ്യെ വാങ്ചുക്. ചുമ്മാ ഒരു ചോദ്യം ചോദിക്കാം, അയൽരാജ്യം ആയതുകൊണ്ടാണ്. ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഭൂട്ടാനിന്റെ കറൻസി എന്താണ്? RRBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഉത്തര റാങ്കിൽ പറയുക, ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ. അപ്പൊ മൂപ്പര് പറഞ്ഞു അതിൽ എന്തൊക്കെ കൊണ്ടുവരണം? എക്കണോമിക് ഗ്രോത്ത് നിർബന്ധമായിട്ട് വേണം GDP പോലെ. എൻവയോൺമെന്റിന്റെ ഇമ്പാക്ട് നമ്മൾ എടുക്കണം. നമ്മുടെ സ്പിരിച്വൽ കൾച്ചറൽ ഗ്രോത്ത് നമ്മൾ എടുക്കണം. നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് നോക്കണം. നമ്മുടെ മെന്റൽ ഹെൽത്ത് നോക്കുന്നു. എത്ര പ്രാധാന്യമുള്ള സാധനമാണ്, നമ്മൾ നോക്കുന്നുണ്ടോ? നോക്കുന്നില്ല. അപ്പോൾ അതാണ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊന്ന് നോക്കുക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തയിൽ കാണാനുള്ള സാധനമാണ്. കാരണം ഇത് റിലീസ് ചെയ്തത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഓർഗനൈസേഷനാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതിൽ തന്നെ പറയുന്നുണ്ട് എക്കണോമിക് ഡെവലപ്മെന്റ് എല്ലാവരും നോക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ് ചോദിച്ചിട്ടുണ്ട്? UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അവരുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അതിൽ ചില ഡൈമെൻഷൻസ് ഉണ്ട്. ഈ ഡൈമെൻഷൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് കേട്ടോ. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, അപ്പൊ ഹെൽത്ത് ആണ്. വിദ്യാഭ്യാസം നോക്കുന്നുണ്ട്. നമ്മുടെ ഒരു ആവറേജ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എത്രയാണ് എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് നോക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നോക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം നമ്മുടെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്ന സാധനം എത്രത്തോളമാണ്. അപ്പോൾ എൻ്റെ ഒരു എക്കണോമിക്സ് എന്നുള്ള സാധനം നോക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു എക്കണോമിക് ക്രൈറ്റീരിയ മാത്രമായിട്ട് നോക്കുന്നതല്ല കേട്ടോ. എക്കണോമിക് ക്രൈറ്റീരിയ മാത്രം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ വളർച്ച എത്രത്തോളം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. വെരി ഇമ്പോർട്ടൻ്റ്ലി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തത് ഒരു ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ട് അമർത്യ സെൻ ആണ്. പ്ലസ് പാകിസ്ഥാനി എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മെഹബൂബ് ഉൽ ഹക്ക്. വളരെ റെയർ ആയിട്ടുള്ള ഒരു ഇന്ത്യ പാകിസ്ഥാൻ കോമ്പിനേഷൻ.
നല്ല കാര്യങ്ങൾക്ക് കേൾക്കാൻ പറ്റുക എന്നുള്ളത് കുറവാണ്. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുന്ന മറ്റൊന്നാണ് ഗ്രീൻ GDP എന്ന് പറയുന്നത്. അതെന്താ നിങ്ങൾക്ക് അറിയാം? ഗ്രീൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? GDP യിൽ നിന്നും എൻവയോൺമെന്റിന് ഉണ്ടായിട്ടുള്ള ഡാമേജ് കുറയ്ക്കുക. ഒരു ഉദാഹരണം, പൊല്യൂഷൻ കാരണം ഉണ്ടായിട്ടുള്ളത്, ബാക്കിയുള്ള എൻവയോൺമെന്റൽ ഡാമേജുകൾ എത്രയാണോ അത് കാരണം ഉണ്ടായിട്ടുള്ള ഹെൽത്തിനുണ്ടായിട്ടുള്ള ഇഷ്യൂസ്, ഇതെല്ലാം കൂടെ കുറച്ചിട്ട് ഗ്രീൻ GDP കാണുക. അപ്പോൾ സുഹൃത്തെ, ഇതൊന്നും പോസിബിൾ അല്ല എന്നുള്ളതാണ് സത്യം. ഈ സാധനങ്ങളൊന്നും പോസിബിൾ അല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു കാലത്തും വർക്ക് ആകില്ല എന്നുള്ളതുമാണ് മറ്റൊരു സത്യം. സോ ദ മോസ്റ്റ് എന്താ പറയുക, പ്രാക്ടിക്കൽ തിങ് ഈസ് GDP. ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ചില രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്യും, നമ്മുടെ രാജ്യത്തൊന്നും അത് പോസിബിൾ അല്ല. റിച്ച് പുവർ ഡിവൈഡൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. ഇനിയാണ് നമുക്ക് സർക്കുലർ ഫ്ലോ ഓഫ് നാഷണൽ ഇൻകത്തിനെ പറ്റി പഠിക്കാനുള്ളത്. സർക്കുലർ ഫ്ലോ ഓഫ് നാഷണൽ ഇൻകം, ഈ സാധനം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നേ, ഈ ഫ്ലോയിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അതുകൊണ്ട് നാഷണൽ ഇൻകത്തിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 രീതിയിലാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സോടുകൂടെ നാഷണൽ ഇൻകത്തിൻ്റെ സീരീസ് അവസാനിക്കും. എങ്ങനെയാണ് നാഷണൽ ഇൻകത്തിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന 3 മെത്തേഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതോടുകൂടെ നാഷണൽ ഇൻകം കഴിയും. വീണ്ടും പറയട്ടെ, കഴിഞ്ഞ ക്ലാസ് കാണാതെ ഇത് കാണാൻ നിൽക്കരുത്, ഇത് കാണാതെ അടുത്ത് കാണാൻ നിൽക്കരുത്, മനസ്സിലാവില്ല. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഉഷാറായിട്ട് പഠിക്കൂ. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ ഫയൽ അവൈലബിൾ ആയിരിക്കും. അടുത്ത ഏത് വീഡിയോ വേണ്ടെന്നുള്ളത് കമൻ്റായിട്ട് പറഞ്ഞോളൂ. ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.